ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷനാണ് പറയാൻ പോകുന്നത്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ രണ്ട് ടൈപ്പാണുള്ളത്. സിംഗിൾ പ്രിസിഷൻ ഉണ്ട്, ഡബിൾ പ്രിസിഷൻ ഉണ്ട്. സിംഗിൾ പ്രിസിഷൻ ആണെങ്കിൽ അതിൻ്റെ സൈസ് 32 ബിറ്റ്സ് ആയിരിക്കും. ആൻഡ് ഡബിൾ പ്രിസിഷൻ ആണെങ്കിൽ അത് 64 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സിംഗിൾ പ്രിസിഷൻ ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിൻ്റെ നോർമലൈസേഷൻ വാല്യൂ 1 × n × 2⁻e−127. ഇപ്പോൾ പറഞ്ഞത് സിംഗിൾ പ്രിസിഷൻ നോർമലൈസേഷൻ ആണ്, 32 ബിറ്റ്സിൻ്റെ ആണ്. അതിൻ്റെ ഫോർമുല 1 × n × 2⁻e−127. ഇത് 32 ബിറ്റ്സ് ആണ്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ബിറ്റ് ആയിരിക്കും. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 0, നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1 ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള 8 ബിറ്റ് എക്സ്പോണൻറ്റിനും ബാക്കി ബാലൻസ് ഉള്ള ബിറ്റ് മാൻഡിസയ്ക്കാണ്. ഇത് എന്താണ് എന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. പിന്നെ ഡബിൾ പ്രിസിഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല 1 × n × 2⁻e−1023. Convert the decimal number 3.257 into 10⁴ into single precision floating point binary representation. Single precision ആണെങ്കിൽ 32 ബിറ്റ്സ് ആയിരിക്കും. ഇതിലിപ്പോൾ കൊടുത്തേക്കുന്ന നമ്പർ 3.257 × 10⁴ ആണ്. ഇത് ഈ 10⁴ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഈ 10⁴ എടുത്ത് നമ്മൾ ഈ നമ്പറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന് കിട്ടുന്ന ആൻസർ ഏതാണോ അതെടുത്ത് എഴുതണം. അപ്പോൾ 3.257 × 10⁴ = 32,570 എന്ന് കിട്ടും. ജസ്റ്റ് ഈ 10⁴ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഫൈനലി ഒരു റിസൾട്ടൻ്റ് കിട്ടില്ലേ. ഇപ്പോൾ ഇതിൽ 32,570 ആണ്. ഇതിൻ്റെ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിക്കണം. ബൈനറി ഈക്വലൻ്റ് എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ള വീഡിയോസൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ബൈനറി ഈക്വലൻ്റ് 11111100111010 ടു ദ ബേസ് 2 ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ബൈനറി ഈക്വലൻ്റ് ഉള്ളത് ജസ്റ്റ് ഒരു നോർമൽ ബൈനറി ഫോമിലാണ്. ഇതിനെ ×2⁴ വരുന്നതിൽ എഴുതണം. ഇത് ഡെസിമലിലാണെങ്കിൽ നമ്മൾ ×10⁻ എന്നിട്ട് എഴുതും. ഇത് ബൈനറി ആയതുകൊണ്ട് നമ്മൾ 2 ആണ് എഴുതുന്നത്. അപ്പോൾ ഇതിനെ ഈ പോയിൻറ്റ്സ് എല്ലാം മാറ്റി ഫസ്റ്റ് ഒരു നമ്പർ വേണം, അത് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് വയ്ക്കണം. അങ്ങനെയുള്ള രീതിയിൽ മാറ്റി എഴുതണം. ഇപ്പോൾ ഞാൻ ഈ പോയിൻ്റ് വെച്ചേക്കുന്നത് 40 നമ്പേഴ്സ് ബിഫോർ ആണ്. അതുകൊണ്ട് ഇതിനെ ×2⁴ എന്ന് ചെയ്തു. 1.111110011010 ഇങ്ങനെ എഴുതി ×2⁴ നിന്ന് നോർമൽ കിട്ടിയ ബൈനറി നമ്പറിനെ പോയിൻ്റ് വൈസ് ആയിട്ട് മാറ്റി എഴുതി. ഇനി ഈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം നമ്മളുടെ ഫോർമുലയിലുള്ളത് 1 × n × 2⁻e−127 ആണ്. e−127 ഇതിൽ നമ്മൾ ഈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ 2ൻ്റെ പവർ 14 ആണ്. അപ്പോൾ e−127 = 14 എന്ന് എഴുതണം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. e−127 = 14. ഇനി ഇത് വെച്ചിട്ട് ഈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈക്കും നമ്മൾ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിക്കണം. ദെൻ ഈ ഫോർമാറ്റിൽ എഴുതിയാൽ മതി. സൈൻ ബിറ്റ് 0 ആണ്. ഇത് പോസിറ്റീവ് നമ്പറാണ്, അതുകൊണ്ട് സൈൻ ബിറ്റ് 0. എക്സ്പൊനൻ്റ് കണ്ടുപിടിച്ചു. ഇനി മാൻഡിസ എന്ന് പറയുന്നത് നമ്മളൊരു ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് 1 പോയിൻ്റ് ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതി. ആ 1 കഴിഞ്ഞിട്ടുള്ള നമ്പർ, ആ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണോ അതായിരിക്കും നമ്മളുടെ മാൻഡിസ. ഇനി ഇത് മൂന്നിനെ എടുത്ത് ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റിയാൽ മതി. ആൻഡ് സിംഗിൾ പ്രിസിഷൻ ആണെങ്കിൽ 32 ബിറ്റ്സ് വരണം. ആദ്യത്തെ ബിറ്റ് സൈൻ ബിറ്റ്, അത് കഴിഞ്ഞുള്ള 8 എക്സ്പൊനൻ്റ്, ബാക്കിയുള്ളത് മാൻഡിസ എഴുതിയിട്ട് നമുക്ക് 32 ബിറ്റ്സ് ആയില്ലെങ്കിൽ മാൻഡിസ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഇതുപോലെ 000 ഇട്ട് കൊടുക്കാം. ഫൈനലി നമുക്ക് ഇതെല്ലാം കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 32 ബിറ്റ്സ് വേണം. ഇതേപോലെ വേറൊരു പ്രോബ്ലം കൂടിയുണ്ട്. ഇതിലാണെങ്കിൽ ×10⁴ ഇല്ല. കൺവേർട്ട് 62.75 into സിംഗിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യം ഈ 62.75യുടെ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് 1 പോയിൻറ്റ് സംതിങ് ഈ ഒരു ഫോർമാറ്റ് വരുന്ന രീതിയിൽ എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ 1.111111 × 2⁵ എന്നാവും. അപ്പോൾ നോർമലി ഉള്ളത് 2⁴ ആയിരിക്കും. നമ്മൾ ഓരോ പോയിൻ്റ് മാറ്റിയിടുമ്പോഴും ഇതിൻ്റെ കൂടെ ഒന്നൊന്ന് ആഡ് ആക്കി പോകണം. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇതിൽ ×2⁵ എന്ന് കിട്ടി. ഇനി ഇത് സിംഗിൾ പ്രിസിഷൻ ആണ്. സിംഗിൾ പ്രിസിഷൻ ആണെങ്കിൽ 1 × n × 2⁻e−127 ആണ്. ഇനി നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതില്ലേ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് 1 പോയിൻറ്റ് സംതിങ് ഇട്ട് ചെയ്തപ്പോൾ 2⁻ ഒരു നമ്പർ വന്നു. ആ നമ്പറും ഈ e−127 ഇക്വേറ്റ് ചെയ്യണം.
അങ്ങനെ ഇക്വേറ്റ് ചെയ്താലേ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈ -127 ഈക്വൽ ടു ഈ കേസിൽ 5 ആണ്. ദെൻ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. എന്നിട്ട് ഈ വാല്യൂന്ന് ബൈനറി ഇക്വലൻറ്റ് കണ്ടുപിടിക്കണം. അതും കണ്ടുപിടിച്ചാൽ ഓവർ. നമുക്കറിയാം ഇത് പോസിറ്റീവ് നമ്പറാണ്, അപ്പോൾ സൈൻ ബിറ്റ് 0 ആയിരിക്കും. എക്സ്പോണൻറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 123യുടെ ബൈനറി ഇക്വലൻറ്റ്. നെക്സ്റ്റ് ഉള്ളത് മാൻഡിസ എന്ന് പറയുന്നത് ഈ 1 പോയിൻറ്റ് സംതിങ് ആയിട്ട് നമ്മൾ എഴുതിയില്ലേ, അതിൽ പോയിൻറ്റിന് ശേഷമുള്ള നമ്പേഴ്സാണ് അതെടുത്ത് എഴുതിയാൽ മതി. ആൻഡ് ഇതിൽ ടോട്ടൽ 32 ബിറ്റ് വേണം. 32 ബിറ്റ് വന്നില്ലെങ്കിൽ ലാസ്റ്റിൽ എക്സ്ട്രാ സീറോസ് ഇട്ട് അതിന് 32 ആക്കണം. ഇത്രയേ ഉള്ളൂ. ഡബിൾ പ്രിസിഷൻ വരാൻ ചാൻസ് കുറവാണ്. ഡബിൾ പ്രിസിഷൻ്റെ ഫോർമുല പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമ്മൾ ഇതെങ്ങനെയാണോ സോൾവ് ചെയ്തത്, സിംഗിൾ പ്രിസിഷൻ സോൾവ് ചെയ്ത സെയിം മെത്തേഡാണ് ഡബിൾ പ്രിസിഷന്. അതിൻ്റെ ഇക്വേഷൻ മാത്രം മാറും. 1 × n × 2 പവർ e - 1023 എന്ന് മാറും. ആൻഡ് അത് 64 ബിറ്റ്സ് ആണ്.